വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള സമർപ്പണം. 17-ാം ദിവസം. എല്ലാം സ്വീകരിക്കാൻ പഠിപ്പിക്കുന്ന യൗസേപ്പ്. ദൈവവചനം. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ധ്യാനം. മരുഭൂമിയിൽ മരുപ്പച്ച തെളിയിക്കാനും കരിമ്പാറയിൽ നിന്ന് ശുദ്ധജലം പുറത്തെടുക്കാനും കഴിവുള്ള ദൈവത്തെ ധ്യാനിക്കുക. ജീവിത വഴികൾ പൂക്കളും കല്ലുകളും നിറഞ്ഞതാണ്. പൂക്കൾ നിറച്ച ദൈവം തന്നെയാണ് കല്ലുകൾ പതിയാൻ അനുവദിച്ചതും. രണ്ടിലൂടെയും സമചിത്തത വെടിയാതെ നടന്നു നീങ്ങുമ്പോൾ നാം ദൈവമക്കളാകും. പരിശുദ്ധിയായ മറിയത്തെ യൗസേപ്പിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ദൈവം തന്നെയാണ് അവളുടെ ഗർഭധാരണത്തെക്കുറിച്ച് വ്യാകുലം അനുഭവിക്കുവാനും അവനെ അനുവദിച്ചത്. ഒടുക്കം യൗസേപ്പാകട്ടെ ദൈവദൂതൻ്റെ വാക്കുകളെ പൂർണ്ണമായി വിശ്വസിച്ചു. നമുക്കെളുപ്പം മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാറില്ലേ? പ്രിയപ്പെട്ടവരുടെ ആകസ്മികമായ വേർപാട്, കാരണമറിയാത്ത രോഗപീഠകൾ, ദുരിതങ്ങൾ, തെറ്റിദ്ധാരണകൾ, വീഴ്ചകൾ എന്നിങ്ങനെ പലതും. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നനുഭവിച്ച സന്തോഷിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ അനുഭവങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെയിലേക്ക് ചുവട് വെച്ച് മുന്നേറാൻ നമുക്കാവില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ വിരുന്നുമേശയിൽ ദൈവം വിളമ്പിത്തരുന്ന വിഭവങ്ങളെ പരാതിയും പരിഭവവുമില്ലാതെ സ്വീകരിക്കുമ്പോഴാണ് ആത്മീയ യാത്ര മനോഹരമാകുന്നത്. നമുക്ക് യൗസേപ്പിൽ നിന്ന് പഠിക്കാം. മറിയത്തെ ഭാര്യയായി നൽകിയ ദൈവം യൗസേപ്പിന് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ വ്യക്തത നൽകിയിരുന്നില്ല എന്നറിയുക. മറിയത്തിൽ അവതരിച്ച വചനം യൗസേപ്പിൽ ഒരേ സമയം സന്തോഷവും വേദനയും സൃഷ്ടിച്ചു. പൂർവ്വപിതാക്കന്മാരും മാതാക്കളും കാത്തിരുന്ന മിശിഹ അവതരിക്കുന്ന സന്തോഷം ഒരു വശത്ത്, മറിയത്തെയും മിശിഹ രഹസ്യത്തെയും സ്വീകരിക്കാൻ താൻ യോഗ്യനല്ലല്ലോ എന്ന വേദന മറുവശത്ത്. അവളെ തന്നിൽ നിന്നും അകറ്റി നിർത്തണമെന്ന തീരുമാനം ക്ലേശകരമായിരുന്നു. എന്നാൽ ദൈവദൂതൻ്റെ വാക്കുകളെ അതേപടി അനുസരിക്കുകയും ചെയ്തു. യൗസേപ്പ് ഇങ്ങനെ പറഞ്ഞിരിക്കും: ഓ ദൈവമേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എങ്കിലും നിന്നെ ഞാൻ അനുസരിക്കുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഒരു വിധേനയും മനസ്സിലാക്കാനോ വ്യാഖ്യാനിക്കാനോ കഴിയാതെ വരുമ്പോൾ വന്ദ്യനായ യൗസേപ്പേ, എല്ലാം സ്വീകരിക്കാൻ തയ്യാറായ നിന്റെ ആ മനസ്സ് ഞങ്ങൾക്കും തരണമേ. അതുപോലെ തന്നെ ദൈവം ഒരാളെ മഹത്വപ്പെടുത്തുവാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം കുറേ കാലത്തേക്ക് ഉപേക്ഷിച്ചെന്ന് വരും. ഉപേക്ഷയുടെ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരാത്മാവിന് ധീരതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ബെത്ലഹേമിലേക്ക് മറിയവുമായി യാത്ര തിരിക്കുമ്പോൾ സഹയാത്രികർ യൗസേപ്പിനെ പരിഹസിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. പ്രസവ സമയം അടുത്ത ഭാര്യയുമായി ഇത്രയും ദീർഘയാത്ര ചെയ്യുന്ന ഇവൻ എത്ര ക്രൂരനാണ്! ഭാര്യയോട് അനുകമ്പയോ സ്നേഹമോ ഇല്ലാത്തവൻ. ഇങ്ങനെ പറയുന്നവരോട് എന്ത് മറുപടി പറയാനാണ്? ഇതുപോലെ തന്നെ ദേവാലയത്തിൽ ഈശോയെ നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും വ്യത അനുഭവിച്ചത് യൗസേപ്പ് തന്നെയാണ്. ദൈവം മൗനം പാലിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? സകലതും തെറ്റിപ്പോയെന്നും കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുമ്പോഴും നാം ഭയപ്പെടേണ്ടതില്ല. കല്ല് വിരിച്ച നിലത്ത് നിന്ന് പോലും പനിനീർ പൂക്കൾ വിരിയിക്കാൻ ദൈവത്തിനാകും. മാറ്റാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളെ അംഗീകരിക്കാൻ പഠിക്കുക. പരിഹാരമാർഗങ്ങൾ സമീപഭാവിയിൽ ഒന്നും തെളിഞ്ഞു വരാനിടയില്ലെന്ന് കാണുമ്പോഴും ദൈവത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങുക. യൗസേപ്പിനെ വിളിച്ച് ദൈവം വിശ്വസ്തനാണെന്ന് അവൻ അറിയാമായിരുന്നു. സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിൽ നമുക്കും ആശ്രയിക്കാം. പ്രാർത്ഥന. ജീവിതം വച്ചു നീട്ടുന്ന നല്ലതും വിപരീതവുമായ അനുഭവങ്ങൾക്കിടയിൽ തെറ്റുപറ്റാത്തൊരു ദൈവത്തിൻ്റെ തണലിലാണ് മുന്നേറുന്നത് എന്ന ബോധ്യം ഞങ്ങളിൽ ജനിപ്പിക്കാൻ ഓ മാർ യൗസേപ്പേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.